ഹായ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊരു ചെറിയ ഈവനിങ് ഔട്ടിംഗ് ആണ് കേട്ടോ പോകാൻ പോണത്. ആ ചുമന്ന കാറിൻ്റെ അവിടെ കാണുന്ന ആ വെള്ള കളർ വീടാണ് നമ്മുടെ വീട്. അപ്പോൾ നമ്മൾ ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ റെഡിയായിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബസ് അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബസ്സിന് കയറിയിട്ട് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെ നിന്ന് അടുത്ത ബസ് കയറിപ്പോവും. അപ്പോൾ നമ്മളിവിടെ സാധാരണ അങ്ങനെ പോകുമ്പോൾ നമ്മളെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ പാസ് എടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഒരു ദിവസത്തേക്കുള്ള ഡേ പാസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ചുറ്റുവട്ടത്ത് എത്രയോ കിലോമീറ്റർ പരിധിയുണ്ട്. നമുക്ക് ഒരു ദിവസം ഫുള്ളും ആ ഒരു എന്താ പറയുക ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മളിന്ന് ഡേ പാസ്സാണ് എടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരണം. 2 ബസ് കയറി പോകണം, 2 ബസ് കയറി വരണം. പിന്നെ നമുക്ക് ഇന്ന് മുഴുവൻ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ രാവിലെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകാനും ഒക്കെ ആ കാർഡ് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഡേ പാസ് എടുത്തിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി നമ്മൾ വേറെ ബസ്സിൽ കയറി കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഈ ബസ് ഞാൻ ഒറിജിനൽ സൗണ്ട് ഫുള്ളും എന്താ പറയുക കളയുന്നില്ല കേട്ടോ. ഇവിടെ ഈ മനോഹരമായ മൈതാനങ്ങളിലൊക്കെ പിള്ളേരൊക്കെ കണ്ടോ, ഫുള്ളും ഫുട്ബോൾ കളിയും. ഭയങ്കര സമ്മർ ആയതുകൊണ്ട്, വെയിലായതുകൊണ്ട് ഇവർ ഫുള്ള് ആഘോഷം കേട്ടോ. പിന്നെ ഇത് വീക്കെൻഡും കൂടിയാണ്, അതുകൊണ്ട് ഭയങ്കര ആഘോഷമാണ്. എല്ലാ ആൾക്കാരും പുറത്തുണ്ട് കേട്ടോ. After we just live a normal life. We also, everyone just used to play football. I was got like, okay, but my genetics have cost them everything. So you would take the risk, right? You don't 100% do that. As much as everyone you're. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് എത്താറായിട്ടുണ്ട്. നമ്മൾ ഇറങ്ങാൻ പോവാണ്. അതിന് മുമ്പായിട്ട് ഒരു സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. അത് ഈ കാണുന്നത് അവിടെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക പാർക്ക് പോലെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇത് ഒറിജിനൽ ആളെ എന്തൊരു ഭംഗിയാണ്. ഇത് ഒറിജിനൽ പൂവാണ് കേട്ടോ. എവിടെ നോക്കിയാലും ഇപ്പോൾ ഇവിടുത്തെ ഇങ്ങനത്തെ പൂവിൻ്റെ ഒരു ഭയങ്കര സീസണാണ് തോന്നുന്നു. ഈ പൂവിൻ്റെ പ്രത്യേകിച്ച് ഈ പല കളർ പൂവ് എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും ഉണ്ടാവും കേട്ടോ. പിന്നെ കടൽ ഞങ്ങളിതിന് മുൻപ് ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് കുറച്ച് ഈവനിങ് ആയതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കടലൊക്കെ ഫുള്ള് ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നല്ലോണം കടലിറങ്ങിപ്പോയി. സമ്മർ ആയതുകൊണ്ട് കടലിറങ്ങി നമുക്ക് മണലൊക്കെ കാണാൻ പറ്റുന്ന പോലെയാണ് കേട്ടോ ഇപ്പോൾ. പിന്നെ ഇവിടെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ കണ്ടോ, നമ്മുടെ കുതിരാൻ മലയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സൈഡിൽ ഇങ്ങനെ മലയാണ്. അപ്പോൾ അവിടെ ഫുള്ളും ആളുകൾ ഇങ്ങനെ അതിൻ്റെ തീരത്ത് ഇവിടെ ഇരുന്നിട്ട് ഈ കോല് പോലെ സംഭവം കണ്ടോ, അതിങ്ങനെ എന്താ പറയുക മീൻ പിടിക്കാൻ വേണ്ടി ഫിഷിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ പറയുക ചൂണ്ടയിട്ടിട്ട് മീൻ പിടിക്കുക. അവരതിനകത്ത് കൊഞ്ചോ എന്തൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ എറിഞ്ഞ് കുറേ ദൂരത്തേക്ക് പോകും അത്. എന്നിട്ട് അതിങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് ഈ ചേട്ടൻ്റെ അടുത്ത് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വീഡിയോ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എടുക്കണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് അത് പിടിച്ച് കഴിഞ്ഞാൽ അനങ്ങണതും ഒക്കെ കാണിച്ചു തന്നു. അവർക്ക് എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഒരു മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് റെയർ സ്പീഷ്യസ് ആണെന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു വിട്ടു എന്ന് പറഞ്ഞു വെള്ളത്തിലേക്ക്. അതിൻ്റെ വീഡിയോ അവർ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഇതിലിവിടെ ആകാശം എവിടെയാ പുഴ എവിടെയാന്ന് അറിയാണ്ട് ആകാശവും കടലും ഒരുപോലെയാണ് കേട്ടോ. ആകാശവും കടലും ഒരുപോലെ. ഈ ബോട്ടുകൾ എന്തിനു ഉപയോഗിക്കുന്ന അപ്പൊ എന്തപ്പോ കെട്ടിട്ടിരിക്കുന്നത്?
നിങ്ങൾ ഇതിന് മുൻപ് ഇവിടെ വരുന്ന സമയത്ത് ഇത്രയും ആൾത്തിരക്കോ അല്ലെങ്കിൽ ഇത്ര സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ കുറേ എന്താ പറയുക സംഭവങ്ങൾ, ഹോട്ടലുകൾ, ഈ ബാറ് പോലത്തെ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഫുൾ ഓപ്പണാണ്. പിന്നെ വലിയ ആകാശൂഞ്ഞാലുണ്ടല്ലോ, അതൊക്കെ പുതിയതായിട്ട് ഇപ്പോൾ വന്നതാണ്. അന്നതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതൊക്കെ ഭയങ്കര സെറ്റിങ്സൊക്കെ ചെയ്തിട്ടാണ് അവർ സമ്മർ തുറന്നിരിക്കുന്നത്. ഇവിടെയാണ് കേട്ടോ നമുക്ക് വെള്ളത്തിലേക്ക് ഡയറക്റ്റ് ഇറങ്ങിപ്പോയി നമുക്ക് അവിടെ ഇവിടെ വരെ പക്ഷേ വെള്ളം കയറി വരും കേട്ടോ. നമ്മൾ വരുന്ന സമയത്ത് കടൽ ശാന്തമാണ്. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ വെള്ളം. പക്ഷേ ഇനി നമ്മൾ പോകാറാകുമ്പോഴത്തേക്കും കയറി വരും. അപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങിപ്പോയിട്ട് നമുക്ക് തൊടാനൊക്കെ പറ്റും കേട്ടോ വെള്ളത്തിൽ. ഈ ഭാഗത്താണ് അതിനുള്ള സൗകര്യം. ഇപ്പം ഞാൻ പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ആ വെള്ളത്തിൽ കാണുന്ന ആ ഒരു കോൺക്രീറ്റിൻ്റെ ഇതാണത്. അതിൽ ഞാൻ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പോരാറാകുമ്പോഴേക്കും അതൊക്കെ മുങ്ങിപ്പോവും. ഞാൻ ആദ്യം ചെന്നപ്പോൾ വിചാരിച്ച് അതിൽ കയറി നിന്ന് അവിടെ ഇരുന്ന് നമുക്ക് എന്താ പറയുക കപ്പലണ്ടിയൊക്കെ കുറിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതൊക്കെ ചീറ്റി പോയി. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അവിടെയൊക്കെ വെള്ളം വന്ന് മുങ്ങിയിട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെയൊക്കെ നിന്നിട്ട് കുറേ ഫോട്ടോയൊക്കെ എടുത്തു. നല്ല രസമല്ലേ, കടലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ബ്ലൂ കളറ്, നല്ല ഭംഗിയിൽ കാണാം. അപ്പോൾ അത് കഴിഞ്ഞ് നോക്കി കുറേ നേരം കഴിയുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്തേക്കൊക്കെ വെള്ളം കയറി കേട്ടോ. കാണിച്ചു തരാം ലാസ്റ്റ്. അപ്പോൾ ഇതാണ് മമ്പിൾസ് എന്ന് പറഞ്ഞ സ്ഥലം. അതായത് ഒരു കടൽ തുരുത്താണ്. നമുക്കിവിടെ വന്നിട്ട് നമുക്ക് സമയം പോലെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇരിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പോൾ നോക്ക്, നിങ്ങൾക്ക് കാണണമെന്ന് അറിയില്ല, വെയിലായതുകൊണ്ട് നല്ല ബ്ലൂ കളറായിട്ട് കിടക്കുന്നുണ്ടോ ആകാശം. പിന്നെ അവിടെ ഒരു പാർക്കുണ്ട്, അവിടെ ഒരു ലൈറ്റ് ഹൗസ്, വെള്ളം. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പടത്തിലൊക്കെ കണ്ട പോലെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അങ്ങനെ വെള്ളത്തിൻ്റെ അവിടെ നിൽക്കുമ്പോഴാണ് എനിക്കൊരു സംശയം, ഇതിപ്പോൾ പുഴയാണോ കടലാണോ എന്ന്. ഇത് കടലാടാ. അങ്ങനെ വെള്ളമൊക്കെ നക്കി നോക്കിയിട്ടാ. അപ്പോൾ നല്ല ഉപ്പുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ഭയങ്കര കഠിനമായ ഉപ്പ് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ ഉപ്പുണ്ട് കേട്ടോ. വേലിയേറ്റം തുടങ്ങിയിട്ടോ. കടലിങ്ങനെ ഞങ്ങൾ ആദ്യം നിന്ന സ്ഥലമൊക്കെ മുങ്ങി കണ്ടോ, അടിച്ചടിച്ച് കയറാൻ തുടങ്ങി. കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെയൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്താണ്. പക്ഷെ അതിലേക്കൊക്കെ വെള്ളം കയറി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൽ ആ ചുഴി പോലെ കാണുന്നുണ്ടോ വെള്ളം വരുമ്പോൾ, ആ ഭാഗത്താണ് ഏറ്റവും ആദ്യം ഞാൻ നിന്ന് ഫോട്ടോ എടുത്തത്. അത് മുങ്ങിപ്പോൾ. നമ്മൾ വന്നപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത ഭാഗം നോക്ക്. ഇനി നമുക്ക് മുകളിൽ പോയിട്ട് ആ ഒരു പാലം പോലത്തെ സംഭവം അവിടെ പോയി ഇരിക്കാം കേട്ടോ. അവിടെ പോയി ഇരുന്ന് നമുക്ക് വെയിലൊക്കെ കൊണ്ട് എത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരിക്കാം. അപ്പോൾ നമ്മൾ മുകളിലേക്ക് വന്നിട്ടുണ്ട് കണ്ടോ. താഴെ നമ്മൾ നിന്ന സ്ഥലമാണ് ഇപ്പോൾ കാണുന്നത്. മുകളിൽ നമ്മുടെ ആകാശൂഞ്ഞാലും റെസ്റ്റോറൻറ്റുകളൊക്കെ ഓപ്പണാണ്. ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയിൽ കാണാം.
ഈ ഒരു വീട് പോലെ കാണുന്നുണ്ടോ, അത് ലൈഫ് ബോട്ട് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ തീരദേശ സംരക്ഷണം ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ആളുകൾ എന്തെങ്കിലും റെസ്ക്യൂ ടീമൊക്കെ ഉള്ള ഇതായിരിക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ നോക്കുമ്പോൾ ഒരാൾ ഇവിടെ കപ്പലണ്ടിയൊക്കെ പൊട്ടിച്ച് നല്ല വെയിലത്തിരുന്ന് അടിക്കണം കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് വെയിലൊക്കെ കൊണ്ട് കാഷ്യങ്ങട്ട് കഴിക്കാൻ പോകണം കേട്ടോ. ആ ആകാശൂഞ്ഞാലിൻ്റെ പുറകിലായിട്ട് ആ കിളി പറക്കുന്ന ആ സ്ഥലമില്ലേ, അവിടെ നമുക്ക് പോകാൻ പറ്റും. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് പോവാം കേട്ടോ. ഈ മല ഇങ്ങനെ കയറി പോകണം. അങ്ങനെ പോയി ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റും. ഇവിടെ ഈ ടോപ്പിൽ നമുക്കിന്ന് അവിടെ പോയിട്ട് ഈ താഴ്ഭാഗം കാണാം കേട്ടോ. നമ്മൾ ഇരിക്കുന്ന നിലം പാലം മരത്തിൻ്റെ ആണല്ലോ. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് വെള്ളം കാണാം. നമ്മുടെ നാട്ടിൽ നമ്മൾ വെയിലൊന്നും ഇങ്ങനെ കൊള്ളാൻ വേണ്ടി ഇരിക്കില്ല, പക്ഷെ ഇവിടെ ഇങ്ങനെ വെയിൽ കൊള്ളാന്ന് പറഞ്ഞാൽ നല്ലൊരു സന്തോഷമാണ്. ഫുള്ള് ആൾക്കാരും ഇവിടെ വെയിൽ കൊള്ളാണ്. നമ്മൾ ഈ മലയുടെ മുകളിലേക്ക് പോകാൻ പോട്ടോ. സ്റ്റെപ്പാണേ, മുകളിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോകണം. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ വീക്കെൻഡ് ഈവനിങ് പ്രോഗ്രാമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പാട്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കണില്ലേ? അതൊക്കെ എല്ലാ റെസ്റ്റോറൻറ്റുകളിലും പാട്ടും ഡാൻസും പരിപാടികളൊക്കെ തുടങ്ങി. നമ്മുടെ നാട്ടിൽ മലയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ UK വന്ന് മല കയറുകയാണ് കേട്ടോ. ഇവിടെ കയറി എത്തുമ്പോൾ നമുക്ക് ഇവിടെ ചെറിയ സ്പേസ് ഉണ്ട് ഇവിടെ ആസ്വദിക്കാൻ. ഇനി നമ്മൾ വീണ്ടും ഇതിൽ കയറി പോകണം മലയുടെ മുകളിലേക്ക് എത്തണമെങ്കിൽ. മുട്ടുവേദനയ്ക്കുള്ള എക്സസൈസാണ്. കണ്ടോ നമ്മുടെ കടൽ കണ്ടോ. ഇവിടെ ഒന്നും സ്റ്റെപ്പല്ല കേട്ടോ, ഇതൊക്കെ ഇങ്ങനെ റോഡായിട്ടാണ്. നമ്മള് ഇതിന്റെ മുകളിലേക്ക് എത്തിട്ടോ. താഴെ കാണുന്നുണ്ടോ ആളുകളുടെ ബഹളം കണ്ടോ? സമ്മർ ആഘോഷിക്കുന്ന ആളുകളാണ്. ഇതിലെ ഒരു കാനന പാതയാണ് കേട്ടോ കാണുന്നേ. ഇതിലേ നമ്മൾ കയറി പോവാണ്. അപ്പം നമ്മൾ ആകാശൂഞ്ഞാലിൻ്റെ മുകളിലേക്ക് എത്തി. മുകളിലെത്തിയപ്പോൾ കണ്ടതാട്ടോ അതൊക്കെ. പൂക്കൾ നോക്ക്. ഇതാണ് മംബിൾസ് നഗരം. കടല് കണ്ടു, കടല് കണ്ടു. കടല് കണ്ടു, കടല് കണ്ടു. എവിടെ? ആ കണ്ടു കണ്ടു. എവിടെയായിട്ട് തോപ്പിലേക്ക് അധികം ആരും കയറി പോകുന്നില്ല കേട്ടോ. അതൊരു ശരിക്കും പറഞ്ഞാൽ അപകടം നിറഞ്ഞ സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു അവിടെ CCTV ഉള്ളതുകൊണ്ട് അവരത് നോക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി തെറ്റത്തേക്ക് പോയിട്ട് വീഡിയോ എടുത്തിട്ടില്ല. പരമാവധി അത്രേ പോയിട്ടുള്ളൂ. കാരണം ഇത്രയേ ഉള്ളൂ അവിടെ ഒരു ഗാർഡെന്ന് പറയാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാലോ, ഡേഞ്ചറസ് ആയിരിക്കും. നമ്മൾ താഴത്തേക്ക് ഒരുപാട് തെറ്റത്ത് പോയി എടുത്തു കഴിഞ്ഞാൽ. ഞങ്ങൾ ഇത്രയൊക്കെയാണ് പോയിട്ടുള്ളൂ. തെറ്റത്തെത്തി, പക്ഷെ നമ്മൾ അവിടെ നമുക്ക് തെറ്റത്തേക്ക് വന്ന് നിന്ന് വീഡിയോ എടുക്കാനൊരു ധൈര്യക്കുറവുണ്ട്. കാരണം ഞാൻ കാണിക്കുന്ന അത്രയും കമ്പി അവിടെ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം കുറേ ഫോട്ടോസും കുറേ വീഡിയോസൊക്കെ എടുത്തു. അവിടുത്തെ ആസ്വാദനമൊക്കെ കഴിഞ്ഞ് താഴത്തേക്ക് തിങ്ങ ഇറങ്ങി വരാൻ കേട്ടോ.
നമ്മൾ താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ. ആൾക്കാർ കൂടി തുടങ്ങി. ഇപ്പൊ സമയം എത്രയായി അറിയാം? ഇപ്പൊ സമയം എത്രയായി? ഇപ്പോൾ സമയം കാണിക്കേ, സമയം നോക്ക്. 7:45 രാത്രി, വൈകുന്നേരം 7:45. 7:45 വെയിൽ കണ്ടോ? വെയിലാണ് ഇവിടെ. അതാ 8 മണി ആവാറായി. രാത്രി 8 മണി ആവാറായി. രാത്രി 8 മണി ആവാറായപ്പോ ഉള്ള ദൃശ്യം കേട്ടോ. പാട്ടൊക്കെ വെച്ചിട്ട് ആർമാദിക്കാണ്. വീക്കെൻഡ് അല്ലേ, എൻജോയ് ചെയ്യാം, അടിച്ചു പൊളിക്കാം. വീക്കെൻഡ് ആണ്, പിന്നെ സമ്മറാണ്. അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. സ്പ്രിംഗ് കഴിഞ്ഞു, സമ്മർ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ സീഗുൾ എന്ന് പറഞ്ഞ, ഞാൻ പറഞ്ഞില്ലേ പ്രാവിന്റെ വലുപ്പമുള്ള ഒരു പ്രാവ് പോലെയുള്ള സംഭവം പറഞ്ഞില്ലേ. എല്ലാരും പറഞ്ഞു ഞാൻ ഫോട്ടോ വീഡിയോ എടുക്കണുണ്ട്. അത് ശരിക്കും താറാവിനെ പോലെ തുഴഞ്ഞു തുഴഞ്ഞ് വെള്ളത്തിൽ കൂടെ നടക്കുക. ഇത് നോക്ക്, ഇത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കഴിക്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വന്ന് കൊത്തിയിട്ട് പോകും. ഞാനൊരു ഷോർട്സിൽ കാണിച്ചില്ലേ, ഇതിൽ അവിടെ ഞങ്ങള് ബണ്ണ് കഴിക്കുമ്പോൾ മേടിച്ചിട്ട് പോണത്. ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ വിടില്ല നമ്മളെ. അവര് മീൻ പിടിക്കുകയാണ് വെള്ളത്തിൽ കിടന്നതേ. ഇതിന്റെ പേരാണ് സീഗുൾ. സീഗൾ, GULL, സീഗൾ ഓർ സീഗുൾ. ഗൂഗിളിൽ എല്ലാവരും പ്രൊണൗൺസിയേഷൻ നോക്കുക. കുതിരാൻമല കണ്ടോ, കുതിരാൻമല. നമ്മളുടെ ഈവനിങ് ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പതുക്കെ തിരിച്ച് നടക്കുകയാണ്. ഞങ്ങൾ ഒരു മണിക്കൂറും കൂടെ അവിടെ ഇരുന്നു കേട്ടോ. അവിടെ ഒരു പാർക്ക് പോലെ അവിടെ ഇരുന്ന് ഞങ്ങൾ പാട്ടൊക്കെ പാടി ആപ്പിളൊക്കെ കഴിച്ച് ഇപ്പം നമുക്ക് ബസ് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ മൊബൈൽസിൽ നിന്ന് പോവാണ്. 9:45 പക്ഷെ ഇപ്പോഴും സൂര്യൻ അസ്തമിക്കണുള്ളൂ. ഇതുണ്ടോ? എനിക്ക് എവിടെ പോയാലും ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ജസ്റ്റ് ഫോട്ടോസ് ഇങ്ങനെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ വിശേഷം. നമ്മൾ ഈവനിങ്ങിൽ ഈ സമ്മറിൽ പുറത്തു പോയി നല്ല വെയിലിൽ, എന്താ പറയുക, വെയിൽ ആദ്യമായിട്ടാണ് ഇത്ര ഭംഗിയിൽ ആസ്വദിക്കാൻ പറ്റണത്. നമ്മൾ നാട്ടിൽ വെയിലാകുമ്പോൾ എപ്പോഴും കുട ചൂടിയാണ് പോവുക. അപ്പോൾ ഇവിടെ വെയിൽ കുടയില്ലാതെ ഇത്ര ഭംഗിയായിട്ട് ആസ്വദിച്ച ഒരു ദിവസമായിരുന്നത്. അപ്പോൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നല്ല ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ UK യിലുള്ളവരാണ്, വെയിൽസിലുള്ളവരൊക്കെ ആണെങ്കിൽ മംബിൾസ് നമുക്ക് എന്താ പറയുക നല്ലൊരു പ്ലേസാണ് കേട്ടോ. എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. മഴക്കാലത്ത് പോയിട്ട് കാര്യമില്ല, സമ്മറിൽ പോയാൽ നല്ല രസമായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഒരു സമ്മർ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.